ഇന്ന് ഞാൻ ഗോബി മഞ്ചൂരിയനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗോബി മഞ്ചൂരിയൻ എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ഡിഷാണ്. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, 2 സവാള, സ്പ്രിംഗ് ഓണിയൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ അതിന് പകരം സവാള. എനിക്ക് സ്പ്രിംഗ് ഓണിയൻസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ സോസിൽ ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ സോസിനൊപ്പം സോയാ സോസ്, ചില്ലി സോസ് ഒക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇവിടെ ടൊമാറ്റോ സോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ ഞാൻ കോളിഫ്ലവറിനെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. എന്നിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ മൈദപ്പൊടിയും 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും പിന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് തിളച്ചതിന് ഞാൻ തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനെ ഞാൻ ഈ മിക്സിലോട്ട് എടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിരുന്നു. ഇടയ്ക്ക് ഞാൻ അതിലേക്ക് വെള്ളം കുറച്ചായിട്ട് തളിച്ച് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തത്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോസസ്സിലോട്ട് കടന്നത്. ബാക്കി പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ നല്ല റിഫൈൻഡ് ഓയിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ അതിൻ്റെ ചുവ അറിയാൻ പറ്റും. അതുകൊണ്ട് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യണം. ഞാനിവിടെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിനുശേഷം നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ കോളിഫ്ലവർ അതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്രിസ്പി ആക്കിയില്ല കേട്ടോ, അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ. കോളിഫ്ലവർ ഫ്രൈ ആയപ്പോൾ അതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചതിനെ എടുത്തതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില്ലി സോസും സോയാ സോസും യൂസ് ചെയ്യുന്നവർക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സവാളയും പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം പെട്ടെന്ന് വേകുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് കോളിഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് മാത്രമേ സോട്ട് ചെയ്യാൻ നിന്നുള്ളൂ. 2 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാനിതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റി. അടിപൊളി കറിയായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ദോശ, ഇഡ്ഡലി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവം.